ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സംശയം നമുക്ക് തീർത്ത് തരാം. ഞാൻ ഇപ്പം ഒന്ന് പണിക്കിറങ്ങുകയാണ്. രാവിലെ 6:47 സമയം. ഇതിലേറെ നേരത്തെ ഇറങ്ങലുണ്ട്, ഇന്ന് കുറച്ച് ലേറ്റായി. നമുക്ക് എന്തായാലും ഇറങ്ങി വെക്കാം. ആദ്യം നമുക്കേ ഊബർ ഒന്ന് ഓണാക്കി വെക്കാം. അപ്പത്തിന് ഒരു ട്രിപ്പ് ഓടിച്ചാലോ. ഇതാണ് നമ്മളെ ആപ്പ്, ഊബർ ഡ്രൈവർ ആപ്പ്. പിന്നെ അപ്പുറത്ത് യാത്രയുണ്ട്, റാപ്പിഡോ ഉണ്ട്. റാപ്പിഡോ യാത്ര ഒന്നും യൂസ് ചെയ്യണില്ല, ഊബർ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഗോ അടിക്കുക. ഓക്കെ, ഓൺലൈനായി. ഇനി നമുക്ക് ഗേറ്റ് തുറന്നിട്ട് പുറത്ത് ചാടാം. അപ്പം നമ്മളങ്ങനെ ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഊബർ ഫോണൊക്കെ ഇവിടെ സ്റ്റാൻഡുമ്പോൾ വെച്ച്, സ്റ്റാൻഡ് വേണം നമുക്ക്. സ്റ്റാൻഡുമ്പോൾ വെച്ചിട്ട് എത്ര കിട്ടുന്നാവോ നമുക്ക് നോക്കി നോക്കാം. ആദ്യം പോയി ഒന്ന് ശരീരമൊക്കെ ഒന്ന് ചൂടാക്കട്ടെ, ചായ അടിക്കണം. ഫ്യൂലില്ല, ഫ്യൂല് 2 കട്ട ഉള്ളൂ, 2 പെട്രോളും CNG. നമ്മളെ CNG വണ്ടിയാണ്. 2 കട്ട. ആ 2 കട്ട കഴിയുമ്പോൾ നമുക്ക് CNG അടിക്കാതെ പൈസ ഉണ്ടാക്കണം ഫസ്റ്റ്. എൻ്റെ വീട് വരുന്നത് ഇവിടെ വള്ളത്തോൾ ജംഗ്ഷൻ, കാക്കനാട് അറിയും. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് റൂം എടുത്ത് നിൽക്കുകയാണ്. ആദ്യമൊക്കെ ഹോസ്റ്റലിലായിരുന്നു ഫസ്റ്റ് വരുമ്പോഴൊക്കെ. അപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ ഒറ്റയ്ക്ക് റൂമൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഏതായാലും ചായ അടിച്ചിട്ട് ട്രിപ്പ് അടിക്കുമ്പോൾ കാണാം. നമുക്ക് യാത്രയും പാടൊന്ന് ഓപ്പൺ ആക്കി വെക്കാം. ഫസ്റ്റ് ട്രിപ്പ് അടിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഊബറാണ് ഐശ്വര്യം, എന്നാലും നമുക്ക് യാത്രയും പാടൊന്ന് ഓണാക്കി വെക്കാം. യാത്ര ഒരു ദിവസം ചിലപ്പോൾ 1, 2, 3 ട്രിപ്പൊക്കെ അടിക്കുള്ളൂ. നമ്മളിവിടെ ഊബറിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഊബറാണ് നമുക്കിവിടെ മെയിനായിട്ട് ട്രിപ്പ് തരിക. യാത്ര ഓപ്പൺ ആയിട്ടുണ്ട്, ഓൺലൈൻ ഓഫ്ലൈനൊക്കെ ഉണ്ടാവും. നമ്മൾ മെയിൻ ചായക്കടിക്ക് പോണ ബോംബെ കഫേ. ചായക്കടൻ്റെ പേരാണ് ബോംബെ കഫേ. നമ്മുടെ നല്ല കുറേ ആൾക്കാരെ മെയിനായിരിക്കും. 24 കട, നല്ല രാത്രിയൊക്കെ കുറേ ആൾക്കാരുള്ള ഒരു കട. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ബോംബെ കഫേ എത്തി. ഇവിടെ HP പെട്രോൾ പമ്പിൻ്റെ ബാക്കിൽ. അപ്പോൾ ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. അങ്ങനെ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഊബറിലല്ല, യാത്രയിലാണ് അടിച്ചത്. മറ്റേ ചായ കുടിച്ചതിനിടയിൽ യാത്ര അടിച്ച്. അപ്പോൾ ഊബർ ജസ്റ്റ് ഓഫ് ചെയ്ത്. എന്താ ഏഞ്ചലാന്നോ പേര്. പിന്നെ 193 ഫെയർ, 1.5 കിലോമീറ്റർ പിക്കപ്പ്, 5.72 കിലോമീറ്റർ ഡ്രോപ്പും. എടപ്പള്ളിയിൽ നിന്ന് ഇടച്ചിറക്കാം. അപ്പോൾ അവരെ പിക്ക് ചെയ്തിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ യാത്രയാണ് ഫസ്റ്റ് അടിച്ചത്. അപ്പോൾ ഊബർ ഓഫ് ചെയ്തിട്ട്, ഊബർ എടുക്കണില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഓഫ് ചെയ്ത് തരണം. ഊബർ നമുക്ക് മെയിനാണ്. അക്സെപ്റ്റ് റേറ്റ് ഒക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ ട്രിപ്പിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്ത്, ഇനിയിപ്പോൾ ട്രിപ്പ് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഓഫ് ചെയ്തിട്ടിരിക്കാം. ഇനി അടച്ചിറ ചെന്നിട്ട് നമ്മൾ ഓൺ ആക്കുള്ളൂ. ഇവിടെ എത്തിയ ആളെ പിക്കപ്പിൻ്റെ സ്ഥലത്ത് അബാദ് ഫ്ലാറ്റിലാണ്. നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ്. ആൾക്കൊന്ന് വിളിച്ചു നോക്കാം നമുക്ക്. ഞാൻ ജസ്റ്റ് ഒരു 4 മിനിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അരൈവഡ് പിന്നെ ഓട്ടോമാറ്റിക് പോകും. നമ്മളെ ലൊക്കേഷൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചായ എടുക്കുന്ന ഇടയിലാവേണ്ട ഒരു 4 മിനിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആള് തെറ്റിപ്പോയഞ്ഞ് ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, അബാദ് അല്ലേ? ഓക്കെ. അപ്പൊ കേട്ടില്ലേ, ഏഞ്ചല് ലിഫ്റ്റിലാണ്. അപ്പൊ നമുക്ക് ഇനി കാണണ്ട, കൊണ്ടുപോയി കൊടുക്കട്ടെ. അപ്പൊ നമ്മള് ഏഞ്ചൽ സിറ്റിയാണ് പോണേ. ഏഞ്ചൽ നമ്മളിവിടെ മറ്റേ കാക്കനാട് എടച്ചിറൻ്റെ അടുത്ത് ഇൻഫോ പാർക്കിന്റെ ഓപ്പോസിറ്റ്
സ്മാർട്ട് സിറ്റിയിലാണ്, അവിടേക്കാണ് ട്രിപ്പ് കിട്ടിയത്. 193 ഉറുപ്പിക കിട്ടി. ഇനി നമുക്ക് ഊബർ ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. യാത്ര അടുത്ത യാത്ര ട്രിപ്പ് അടിച്ച് വീണ്ടും ഊബർ ഊബർ ഇനി ഓഫ്ലൈൻ ആക്കാം. ഇനി ടീ ബ്രേക്ക് ഇട്ട പണിയാവും. ചിലപ്പോൾ യാത്ര ക്യാൻസൽ ആവും. 290 ഉറുപ്പിക കാക്കനാട് അടച്ചിറ ഉടമകള്. ഇത് കറക്റ്റ് അടച്ചിറ ജംഗ്ഷനിൽ നിന്ന് 290 ഉറുപ്പിക 2.8 കിലോമീറ്റർ പിക്കപ്പ് അത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഇനിയും ചിലപ്പോ ട്രിപ്പ് വരും, നമുക്ക് വെയിറ്റ് ചെയ്യാം. അവരെ ഞാൻ പിടിക്കും. പേര് ഞാൻ നോക്കിയില്ല, ആളെ നമ്മള് പിടിച്ചിരിക്കും. ഞാൻ ട്രിപ്പ് വരുമോന്ന് നോക്കട്ടെ, ചിലപ്പോ വേറെ ആർക്കെങ്കിലൊക്കെ ആയിട്ട് പോകും. യാത്രയിൽ എന്താ പ്രശ്നം ചോദിച്ചാല്, യാത്രയില് റേറ്റ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രശ്നമുണ്ട്. റേറ്റ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് യൂട്യൂബില് യാത്ര ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാല് ഒരു പ്ലസിന്റെ ചിഹ്നം ഉണ്ടാവും. ആ പ്ലസ് അങ്ങനെ അടിച്ചു കഴിഞ്ഞാല് 10-20 ഉറുപ്പിക ഇങ്ങനെ കൂടും. ഞാൻ എടുത്തപ്പോൾ അക്സെപ്റ്റ് ചെയ്തപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൺഫേം അടിക്കണതിന് മുമ്പ് വേറെ എവിടെയാണ് നിൽക്കുന്നത്, അത് ബൂസ്റ്റ് ചെയ്യാണ്. ബൂസ്റ്റ് ചെയ്താൽ പൈസ കൂടും. എന്നിട്ട് കൺഫേം അടിക്കും. ഞാൻ യാത്ര എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഊബറിനെ പ്രൈവറ്റ് കൊടുക്കുള്ളൂ. ഇനി ഊബർ ഓൺ ആക്കട്ടെ. ഊബർ ഇങ്ങനെ കളിക്കാൻ പറ്റൂല, ഓഫ് ആക്കാനും ഓൺ ആക്കാനും പറ്റി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ വേറെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താന്നോ, എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാ, ട്രിപ്പ് വരുന്ന എടുക്കാക്കരുത്. ട്രിപ്പ് വന്നാൽ എടുക്കുക. എടുക്കണില്ല എന്നുണ്ടെങ്കിൽ ഊബർ ഓഫ് ചെയ്തിടാം. കാരണം ഊബറാണ് മെയിനായിട്ട് ഇവിടെ ട്രിപ്പ് കിട്ടുള്ളൂ. യാത്ര ഇപ്പോൾ ഒരു ദിവസം ഒരു 4-3 കിട്ടി, വെറുതെ ഓണാക്കിടും. പക്ഷെ കിട്ടുമ്പോൾ യാത്ര നല്ല കിട്ടല. കിലോമീറ്ററിന് 25 ഉറുപ്പിക വെച്ച് കിട്ടും. പക്ഷെ എങ്കിൽ ഊബറിൽ കിട്ടില്ല. ഊബറിൽ എനിക്ക് ഇടക്ക് 14 രൂപ വരെ കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ 20, 18, 33 കിട്ടിയിട്ടുണ്ട് ലോങ് റൈഡൊക്കെ ആകുമ്പോൾ. അല്ലെങ്കിൽ എനിക്ക് 15 ഉറുപ്പിക 14 ഉറുപ്പിക കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ യാത്രയിൽ 25 കിട്ടുമ്പോൾ നമുക്ക് വലിയൊരു കുറവായിട്ട് തോന്നും. നമ്മൾ യാത്ര എങ്ങനെയും അടിക്കാൻ നോക്കും. യാത്ര വെറുതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കൂല, അങ്ങനെ ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എടുക്കുള്ളൂ. അപ്പൊ ഞാൻ അടുത്ത ഊബറിന് വെയിറ്റ് ചെയ്യാം. ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്. യാത്ര വേറെ ആർക്കോ പോയി. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആളിഞ്ഞ് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. റേറ്റ് കൂടിയതുകൊണ്ട്. ഈ യാത്രേന്റെ ഉപകാരം എന്താ വെച്ചാൽ കസ്റ്റമറിനും റേറ്റ് കുറവാണ് ഇതിൽ യാത്രയിൽ. പക്ഷെ ഇതിൽ നമ്മൾ ഈ ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഊബറിന്റെ അടുത്തേക്ക് എത്തും. അതുകൊണ്ടാണ് അവർ ക്യാൻസൽ ചെയ്തത്. നമ്മൾ കൂടുതലും ബൂസ്റ്റ് ചെയ്യുമ്പോൾ അവരത് ക്യാൻസൽ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇത് ഞാൻ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ചേച്ചി ക്യാൻസൽ ചെയ്തില്ല. റിച്ച് ആണ്. സ്മാർട്ട് സിറ്റിക്ക് പോയി വെളുപ്പാങ്കാലത്ത്. അതുകൊണ്ട് നമുക്ക് 193 കിട്ടി. നോക്കിയൊക്കെ നമ്മള് ആകെ 5 കിലോമീറ്റർ എന്തോ ഉള്ളു. അത്യാവശ്യം പൈസ ഇട്ടുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ട്രിപ്പുകൾ എടുക്കുന്നത് നല്ലേ. ചെറിയ 5 കിലോമീറ്ററിന് 200 രൂപ, 6 കിലോമീറ്റർ 7 കിലോമീറ്റർ 15-20 കിലോമീറ്റർ എടുത്തൊരു നഷ്ടം 300 സംതിങ് 400 ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ കറക്റ്റ് പൈസ കിട്ടൂല. ചെറുതാകുമ്പോൾ മിനിമം ചാർജ് ഉണ്ടാവും. അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഞാൻ യാത്രേന്റെ ട്രിപ്പ് വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല എന്നാണ് കരുതിയേനെ. അതാണ് ഇപ്പൊ ഫസ്റ്റ് കാണിച്ചു തരാൻ പറ്റുക. കാരണം ഈ ബൂസ്റ്റിങ്ങും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. യാത്രേന്റെ ട്രിപ്പ് എന്താ വെച്ചാല്, ഒരു ട്രിപ്പ് വന്നു കഴിഞ്ഞാല് ആ പരിസരത്തുള്ള എല്ലാ വണ്ടികൾക്കും ഒരുമിച്ചാണ് റിക്വസ്റ്റ് പോവുക. ആരെ ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ അവർക്കാണ് ട്രിപ്പ് കിട്ടുക. അതാണ് വേഗം ബൂസ്റ്റ് അടിക്കണം. അതിൻ്റെ അടുക്ക് ബൂസ്റ്റ് ഒക്കെ അടിച്ച് കൺഫേം അടിക്കണം. അതാണ് പെട്ടെന്ന് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ യൂബറിലാകുമ്പോൾ ഒരു ട്രിപ്പ് വരുമ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കുള്ളൂ. ആദ്യം ഒരാൾക്ക് കൊടുക്കും, എടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അടുത്താൾക്ക് പോകും, അങ്ങനെ പോകുള്ളൂ. ആ ഒരാൾക്ക് ഒരു 10 സെക്കൻഡ് ഉണ്ടാവും. ആ സെക്കൻഡിന്റെ ഉള്ളിൽ ആലോചിച്ചിട്ട് നോക്കിയിട്ടൊക്കെ ആക്കും പോലെ സമാധാനത്തോടെ എടുത്താൽ മതി. യാത്ര അങ്ങനെയല്ല, എന്ത് കണ്ടാലും അപ്പം എടുക്കണം. അതിൻ്റെ അടുക്ക് ബൂസ്റ്റ് ചെയ്താൽ മിടുക്ക്, ഡ്രൈവറും മിടുക്ക്. നമ്മളിപ്പോൾ ഇത് ബൂസ്റ്റ് ചെയ്ത് മറ്റേ ബൂസ്റ്റ് ചെയ്തപ്പോൾ റേറ്റ് കൂടിയോണ്ട് കസ്റ്റമർ ക്യാൻസൽ ചെയ്ത്. ഇനി നമുക്ക് ഇവിടുന്ന് പുറഞ്ചാടല് സെക്യൂരിറ്റി നമ്മൾ പുറത്തേക്ക് ഇടും. പിന്നെ അപ്പോൾ ഇനി ഊബറിൽ ട്രിപ്പ് അടിച്ചിട്ട് കാണാം. പാക്കലാം. ഊബറിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 227 കളമശ്ശേരിക്ക് 11 കിലോമീറ്റർ. ബ്രൈറ്റ്നസ് കുറച്ച് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിത് ഇതാരാണ്, ബിനു ആണ്. ഓക്കെ, ആളത്തേക്ക് ചെന്ന് നോക്കട്ടെ. ട്രിപ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങൾ. സ്മാർട്ട് സിറ്റി ആണിത്. സ്മാർട്ട് സിറ്റിന്റെ എൻട്രൻസ്. അതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഇൻഫോ പാർക്ക്. അയ്യോ പൊളിഞ്ഞു.
പാർക്ക് ഉണ്ടോ? പാർക്കിൻ്റെ ഉള്ളിൽ കയറിയാൽ സെറ്റാണ്. നമുക്ക് ഇവിടെ യൂട്ടേൺ അടിച്ച് പോകണം. ആദ്യമൊക്കെ നമുക്ക് കറക്റ്റ് നേരെ പോവായിരുന്നു. ഇപ്പം അങ്ങനെ പറ്റൂല. ഇപ്പോൾ ഫുൾ യൂട്ടേൺ ആക്കി, ഫുൾ ബ്ലോക്ക് ആയിട്ട്. ഇൻഫോ പാർക്കിൻ്റെ ബിൽഡിങ്ങുകളാണ്. അപ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞു. മറ്റേ ബിനു നല്ല കമ്പനി ആയിട്ട്. അപ്പോൾ റിക്വസ്റ്റ് ഇവിടെ പുഷാക്കിയിട്ട് കണ്ട് CNG കഴിഞ്ഞു, വാണിംഗ് ആക്കി. അപ്പോൾ ഒരു പുള്ളിയുള്ള CNG. അപ്പോൾ ഇനി നമുക്ക് CNG അടിക്കാം. അതുകൊണ്ട് റിക്വസ്റ്റ് പുഷാക്കിയിട്ട് കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടം ബിനു പോയി. അപ്പം നമ്മൾ പമ്പിലെത്തിട്ടോ. CNG പമ്പ്, കണ്ടെയ്നർ റോഡാണത്. CNG ഇവിടെ നമ്മൾ CNG അടിക്കുക. CNG ഇല്ലേ? അപ്പോൾ നമ്മൾ CNG അടിച്ചു. CNG അടിച്ച് ഫുൾ കട്ടായി. റൈറ്റ് സൈഡിലുണ്ടോ? വെയിലായിട്ട് കാണുന്നില്ല. ഇനി നമ്മൾ ഊബർ ഓൺ ആക്കട്ടെ. ഊബർ റിക്വസ്റ്റ് ഇട്ട് വെച്ച് കാണാം. യുവർ ഓൺലൈൻ. അപ്പോൾ നേരത്തെ ട്രിപ്പ് 216 റുപ്യ കിട്ടി. ടോട്ടൽ അത് വാങ്ങിയത് 230 റുപ്യ ക്യാഷ് കളക്റ്റഡ്. 216 നമ്മളെ ഏണിങ്സ്. ഓക്കെ. അപ്പോൾ ഊബർത്തെ ഫസ്റ്റ് ഏണിങ്സ് 216. പിന്നെ നേരത്തെ യാത്രയിൽ അടിച്ച 195 ആണോ, അങ്ങനെ 400 രൂപയായി. ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. CNG 700 രൂപയായി. 701. CNG അടിക്കണതൊക്കെ വെറുതെ കഥാബുക്കിലൊന്ന് എഴുതി വെക്കുക. മന്ത്ലി എത്ര അടിച്ചു എന്നറിയാലോ. 702. 700 അപ്ലൈയിലൊക്കെ ആവുള്ളൂ. കൂടുതൽ 600 ആണോടാ. 648. 700 ഫുള്ള് കാലിയാകുമ്പോഴേ ആവുള്ളൂ. ഇവിടെ 711. ഇപ്പം CNGക്ക് റേറ്റ് കൂടി. ഞാനൊക്കെ വരുമ്പോൾ 84, 83 ഒക്കെ ആയിരുന്നു. ഇപ്പം 89 അതുകൊണ്ട് 700 റുപ്യ ഇടയ്ക്കിടയ്ക്ക് ആവും. 12,554 റുപ്യക്ക് CNG അടിച്ചപ്പോൾ ഈ മാസം. അപ്പം ഇനി അടുത്ത ട്രിപ്പ് വരട്ടെ, വെയിറ്റ് ചെയ്യാം. കണ്ടെയ്നർ റോഡാണിത്. ഏതാ വണ്ടി? ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. പ്രമോദ് 300 സംതിങ് എത്ര ഉണ്ട്. അങ്കമാലിക്കാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. നമ്മള് ഇന്ദ്രൻ സേട്ടനാണ് പോണത്, ഈ ചോപ്പ് കാറിൽ. അപ്പൊ അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു. നമ്മള് എയർപോർട്ടിന്റെ വേക്കിലാ പോകും. 310 രൂപ കിട്ടി. 310.79. ടോട്ടല് 527. പിന്നെ യാത്ര ചെയ്തതും. അപ്പൊ ഇവിടെ എയർപോർട്ടിന്റെ വേക്കിലാ നമ്മള്. എയർപോർട്ടാണ് ഈ ബ്ലൂ കളറിൽ കാണിക്കുന്നുണ്ടാ, കോക്ക് വെയിറ്റിംഗ് ലോട്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് വല്ലാണ്ട് കാര്യമല്ല. ഇവിടെ ഈ തണലത്തൂടെ ഒക്കെ കുറേ വണ്ടികൾ ഉണ്ടാവും. അവരൊക്കെ ക്യൂവിൽ നിൽക്കായിരിക്കും. ഇവിടെ ക്യൂ ഉണ്ട്. എയർപോർട്ടിന് ക്യൂ ഞാൻ കാട്ടിത്തരാം. കണ്ടോ, ഇതിന് തുടങ്ങണ്ട. 95 വണ്ടി ഉണ്ട്. 7 ഫ്ലൈറ്റ് വരാണ്ട്. അതിൽ ഊബർ ഗോ നമ്മളെ സെയിം വണ്ടി 95 ഉണ്ട്. പ്രീമിയർ 80 ഉണ്ട്. ഊബർ എക്സൽ 40 ഉണ്ട്. ഇത്രയും വണ്ടികൾ ഇവിടെ ഉണ്ട് ക്യൂവിൽ. നമ്മൾ ഈ ഒരു ബ്ലൂ കളറിന്റെ ലൈനിന്റെ ഉള്ളിലായാലും നമ്മളും ക്യൂ ആവും. പക്ഷെങ്കിൽ ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-3.5-4 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴേ ട്രിപ്പ് അടിക്കുള്ളൂ. അടിക്കണ ട്രിപ്പ് ചിലപ്പോൾ ലോങ് ട്രിപ്പൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഇന്റർസിറ്റി ആയിരിക്കും. തൃശ്ശൂർ, മൂന്നാറൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ചിലപ്പോൾ കൊച്ചിക്കാണെങ്കിലും 600-700 റുപ്യ കിട്ടും. പക്ഷെ ഇവിടെ ലോക്കല് 2 ട്രിപ്പ് കിട്ടിയാലും മതി. 300 റുപ്യാൻ്റെ ഇതേപോലെയുള്ള 2 കിട്ടിയാലും മതി. ആ ട്രിപ്പാവും. അത്ര സമയം വെയിറ്റ് ചെയ്യണ്ട. അതാണ് സംഭവം, വ്യത്യാസം. ഇതാകുമ്പോൾ വണ്ടി ഓടാണ്ട് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കാം. ട്രിപ്പ് അടിക്കണ നല്ല ട്രിപ്പായിരിക്കും. ഞാൻ ചിലപ്പോഴേ നിൽക്കണുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് പോകും. എന്തായാലും നമ്മളവിടുന്ന് പോകുന്നത് അവിടെ നിന്നിട്ട് കാര്യമല്ല. നമുക്ക് ഇങ്ങനെ പോയാലേ കാലടി എത്തും. കാലടി എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രിപ്പ് അടിക്കും. കാലടി ചെറിയ ട്രിപ്പിന് ചാൻസ് ഉണ്ട്. വെറുതെ അവിടെ നിന്ന് സമയം കളയണ്ടല്ലോ. അപ്പോൾ നമുക്ക് കാലടി പോകാം. കാലടി നിന്നാകുമ്പോൾ എന്തായാലും ഒരു എറണാകുളം സൈഡാകുമ്പോൾ ഒരു 300 റുപ്യ കിട്ടും. ഈ റേഞ്ച് ഇപ്പം അങ്ങോട്ട് പോകുന്ന റേഞ്ചിനെല്ലാം പൈസ കിട്ടും. അപ്പോൾ കാലടി ചെന്ന് നോക്കാം. കാലടി എത്തിയിട്ട് ട്രിപ്പ് അടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ. മക്കളെ, ഒരു ഇന്റർസിറ്റി ഇട്ടിട്ടുണ്ട്. ഇന്റർസിറ്റി ഈ കാലടിയിലെന്നും ബ്ലോക്കാ. ഇന്റർസിറ്റി ആരാണിത് ഇവിടെ അടുത്തേക്ക് തന്നെ. ഈ മറ്റേ മഞ്ഞപ്പുറ സൈഡൊക്കെ ഇന്റർസിറ്റി ആയി വരും. അതുകൊണ്ട് 248 റുപ്യേൻ്റെ ഇന്റർസിറ്റിയാ. ശ്രീദേവി
ഇവിടെ ആളിവിടെ അടുത്തുണ്ട്. 1 കിലോമീറ്റർ എന്തോ ഉള്ളു പിക്കപ്പ്. ആളെ കൊണ്ടാക്കിയിട്ട് വരാം. ആ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ നമ്മളത്. ഇപ്പൊ കണ്ടോ നമ്മള് അത് 200 എത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഈ ട്രിപ്പ് ക്ലോസ് ആവുന്നതിന് മുമ്പ് തന്നെ അടുത്ത ട്രിപ്പ് അടിച്ചു. മനു 2 കിലോമീറ്റർ അപ്പുറത്ത് 600 രൂപയുടെ കളമശ്ശേരി ട്രിപ്പ് അടിച്ചത്. അപ്പൊ നമ്മൾ എയർപോർട്ടിന്റെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സമയം വെറുതെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ റേറ്റിനുള്ള 600-700 റുപ്യേൻ്റെ ഓട്ടമായി. കളമശ്ശേരിക്ക് ടൗണിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. ഇനി അവിടുന്ന് ഓട്ടോ അടിച്ചോളും. അപ്പൊ നമ്മൾ ഈ മനുവിനെ കൊണ്ടുവിടട്ടെ. ഇപ്പൊ കൊണ്ടത് ശ്രീദേവി ഹോമിയോ ഡോക്ടറാ. ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടാക്കി. അപ്പൊ ഇനി മനുവിനെ ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. അപ്പൊ അങ്ങനെ ആ ട്രിപ്പും കഴിഞ്ഞ് ഇപ്പൊ നമ്മള് കളമശ്ശേരി മെട്രോ സ്റ്റേഷന്റെ അടിയിലെത്തി. രാജഗിരി സ്കൂളിലേട്ടായിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നു. 1337 റുപ്യായി. 573 ഈ ട്രിപ്പിന് കിട്ടി നമുക്ക്. റിച്ചാകുമ്പോ 2000 ആയി കിട്ടണം. പിന്നെ നമുക്ക് കുഴപ്പമില്ല. പിന്നെ 1000 റുപ്യ ഇങ്ങനെയൊക്കെ ആവും. അപ്പൊ ഒരു ജിനുവിനെ കിട്ടിയിട്ടുണ്ട്. ജിനുവിനെ ഇവിടെ മെട്രോന്റെ താഴത്ത് തന്നെ ലുലു മാൾക്കാണ്. ലുലു മാൾ പൊട്ടഞ്ഞ് അവിടുത്തെ കാര്യങ്ങൾ. അങ്ങനെ ഇവിടെ എത്തി. ലുലു മാളിലെത്തി. ലുലു മാളിൽ ഇനി ഇവിടെ രസമുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം കുറച്ചു നേരം. അപ്പൊ സെക്യൂരിറ്റിക്കാരൻ വരും. സെക്യൂരിറ്റിക്കാരൻ സീനാണ്. ഇവിടെ ട്രിപ്പ് അടിച്ചിട്ടോ. പോത്തീസ് കലൂർക്ക് 175. ലുലു മാൾ NH45. വിളിച്ചു നോക്കാം. ഐഷത്താണ്. ഐഷത്തിനൊന്ന് കോൾ ചെയ്തോളാം. ഹലോ ഹലോ. ആ ഞാൻ ലുലുലുണ്ട്. പിക്കപ്പിന്റെ സ്ഥലത്തുണ്ട്. ആ എൻട്രൻസ് 1-ന്റെയും 2-ന്റെ അടുക്കുണ്ട്. ആ കണ്ട്, ഞാൻ കണ്ട്. അപ്പൊ അങ്ങനെ പോത്തീസിന്റെ ട്രിപ്പും കഴിഞ്ഞ് ഇനി മറ്റേ ഒന്ന് ഫുഡ് കഴിക്കട്ടെ. ചെറിയൊരു വിശപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ചായയും കോഴിക്കട്ടയും കഴിച്ചിട്ടുള്ളൂ. അപ്പൊ ഇനി ഇവിടെ ചേച്ചിന്റെ വീട്ടിലെ ഊണുണ്ട്. അത് പോയി കഴിക്കാം. അത് കഴിച്ചാല് അവിടെ നല്ല പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ഫുഡ് കഴിച്ചിട്ട് പാക്കലാം. ചേച്ചിന്റെ ഇവിടെ ഫുഡായില്ല. ഫുഡാവാനൊരു 20 മിനിറ്റും കൂടി ആവും. എന്തായാലും ഒന്ന് ഓണാക്കി വെക്കാം. ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ വേറെ എവിടുന്നേലൊക്കെ കഴിക്കാം. 20 മിനിറ്റ് ഇല്ലേ, അവിടെ പാർക്ക് ചെയ്ത് നിൽക്കാം. അങ്ങനെ 4.5 മണിക്കൂറിന് ശേഷം നമ്മൾ ഇവിടെ മത്തങ്ങക്കുരിശിലെത്തിയിട്ടുണ്ട്. മത്തങ്ങക്കുരിശ് ഇത് ഈ പള്ളിക്കര സൈഡാ. അപ്പോൾ നമ്മളെ ഏണിങ്സ് ഇവിടെ എന്താ 3074 രൂപയായിട്ടുണ്ട്. 13 ട്രിപ്പ് എടുത്ത്. ലാസ്റ്റ് ട്രിപ്പ് 215. അങ്ങനെ പിന്നെ യാത്രയിലുള്ള ഈ 193. പിന്നെ വേറെ സംഭവം ഉണ്ടായി. ഇതിന്റെ മുമ്പത്തെ ട്രിപ്പിന്റെ ആള് ഗിഫ്റ്റ് എന്നാണിത്. അയാളെവിടെ മീറ്റിംഗ് എന്തോ കഴിഞ്ഞ് വരിക. SBIന്റെ എന്തോ ആണ്. നിനക്ക് വേണമെങ്കിൽ ഡയറിയും ബുക്കൊക്കെ എടുത്തു പറഞ്ഞേ. എന്താണ് ഇപ്പൊ ഇതിലുള്ളത്? എന്തൊക്കെയാ ഡയറി? ഒരു ഡയറി മാത്രം ഉണ്ട്. നല്ലൊരു ഡയറി. ഇവിടുന്ന് അടുത്ത ട്രിപ്പ് ഒരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട്. മാച്ച് ട്രിപ്പാ വന്നത്. മറ്റേ ബ്രിഡ്ജറ്റോ. ഇതിവിടെ ആള് പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. അതാണ് ഈ ഹെഡ് കാണുന്നുണ്ടോ? ഞാനിവിടെയാണ്. 6.6 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. 12 മിനിറ്റ്. അപ്പൊ ശരി, ട്രിപ്പ് എടുക്കട്ടെ. എറണാകുളം സൈഡിലേക്കാണ്. അങ്ങനെ നമ്മളെ ഓട്ടവും കാര്യങ്ങളൊക്കെ ഇന്നത്തെ നിർത്തി. സമയത്ര ഈ 6:30 സമയത്തിന് നിർത്തി. CNG കഴിഞ്ഞ് ഫുൾ ടാങ്ക് രാവിലെ അടിച്ചത് കഴിഞ്ഞ്. ബ്ലിങ്ങിൽ ഇപ്പോൾ പെട്രോളിലാണ്. പിന്നെ നമ്മളിപ്പോൾ ടോട്ടൽ ഏണിങ്സ് വരുന്നത് 3637 റുപ്യ. പിന്നെ യാത്രയിലോടിയ 193. ആ ഏണിങ്സ് ആണ് ഇപ്പോൾ ഇന്ന് കിട്ടിയത്. 3700 സംതിങ്. ഇനിയും ഓടുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും കിട്ടും. ഒരു 11 മണി വരെ ഓടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 4-5 റുപ്യക്ക് ഓടാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എടപ്പള്ളിയിലുള്ള CNG പമ്പിലാണ് ഉള്ളത്.
ഇനിയും ഓടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 11 മണിയിൽ 12 മണിയിലൊക്കെ ഓടണം എന്ന് എഴുതിന്. പിന്നെ നല്ല ബ്ലോക്ക് ഉണ്ടെന്ന്, നല്ല ബ്ലോക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഫുൾ ടാങ്ക് CNG അടിച്ചിട്ട് നേരെ റൂമിൽ പോയാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി നാളെ രാവിലെയാണ് ഇറങ്ങി എഴുതിയിട്ട്. അപ്പോൾ ഇന്നത്തോടെ ഇത് നിർത്തി. 3600-ഉം 193. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാം നമ്മൾ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും.